ഒരു MLA, MP ഈ ചുമതലകളിലൊക്കെ ഇരിക്കുന്നവർക്ക് ആ സ്ഥാനത്ത് തുടരണമെങ്കിൽ ആവശ്യമുള്ള യോഗ്യതകളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന വിശദീകരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 102B, ആർട്ടിക്കിൾ 191B ഒക്കെ അതാണ് പറയുന്നത്. MLA, MP എന്ന് പറഞ്ഞാൽ MLA അതുവഴി മന്ത്രി, മുഖ്യമന്ത്രി, MP, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി ഈ പദവികളിൽ ഉള്ളവർക്കൊക്കെ ബാധകമാണ്. അതെന്താണ് ആർട്ടിക്കിൾ പറയുന്നത്? അത് മറ്റൊന്നുമല്ല, ഒറ്റ കാര്യം, സ്ഥിരബുദ്ധി ഉണ്ടാവണം. അതാണ് ആർട്ടിക്കിൾ 102B-യും 191B-യും അതാണ്, സ്ഥിരബുദ്ധി ഉണ്ടാവണം. സ്ഥിരബുദ്ധി ഇല്ലാത്തവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. ഗവർണറുടെ യോഗ്യതകളെ സംബന്ധിച്ച് പറയുന്ന ആർട്ടിക്കിൾ 157 ആണ്, 157. അതിൽ ഇത് പറയുന്നില്ല, ഈ യോഗ്യത വേണം എന്ന് പറയുന്നില്ല. അതിൽ പറയുന്നത് 35 വയസ്സ് തികയണമെന്നാണ്. 35 വയസ്സ് തികഞ്ഞാൽ ഏത് ആരിഫ് മുഹമ്മദ് ഖാനും ഗവർണറാവാം എന്നാണ് ഇന്ത്യയുടെ ഭരണഘടന. അപ്പോ മൗലികമായ ഈ പ്രശ്നമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് പറയുന്ന ചിലരുണ്ട്. നമ്മളിപ്പോ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? ഈ ഉയർന്നു വരുന്ന വിമർശനം ഗൗരവമില്ലാത്തതായതുകൊണ്ടല്ല. ആ വിമർശനത്തിന് ഗൗരവമുണ്ട്. പക്ഷേ അത് മാത്രമാണ് പ്രശ്നമെന്ന് കാണാനാവില്ല. അതെന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ട RSSന്റേതാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുക, അത് RSSന്റെ അജണ്ടയുടെ ഭാഗമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ അതിപ്രശസ്തമായ സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്കൂ. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ സർവകലാശാല, മദ്രാസ് IIT, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടങ്ങളെല്ലാം സംഘർഷ കേന്ദ്രങ്ങളായി മാറി. കാശിന്റെ വിവരമില്ലാത്ത RSSന്റെ ഏറാൻമൂളികളെ വൈസ് ചാൻസലർമാരായി കെട്ടിയിറക്കി എല്ലാ ജനാധിപത്യ സ്വഭാവവും കവർന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അകത്തളങ്ങൾ കലാപ കലുഷിതമായി മാറി. വിദ്യാർത്ഥികളുടെ ചോരയൊഴുകി നമ്മുടെ മുൻപിൽ കണ്ട യാഥാർത്ഥ്യമാണ്.